ഗുഡ് മോർണിംഗ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഡൽഹി ഡോക്ടർ റേപ്പ് കേസിനെ കുറിച്ചാണ്. വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ രാജ്യം, നമ്മളെല്ലാവരും പൊളിറ്റിക്കൽ ലീഡേഴ്സും നമ്മളും ഒക്കെ എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ് ഫ്രീഡം, അല്ലേ? എന്നിട്ട് പോലും നമ്മുടെ രാജ്യത്തെ ഒരു സ്ത്രീയെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് രാജ്യത്തിൻ്റെയും രാജ്യത്ത് ഭരിക്കുന്ന അധികാരികളുടെയും നമ്മുടെയും ഓരോരുത്തരുടെയും പരാജയം കൂടിയാണ്, അല്ലേ? വളരെ ക്രൂരമായി ആ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു. 31 വയസ്സായ ആ കുട്ടി PG വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയാണ് സെമിനാർ ഹാളിൽ വെച്ച് വളരെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടത്. ആദ്യത്തെ ഒരു ഇതിൽ നമ്മുടെ അവരുടെ കോളേജ് അടക്കമുള്ള ആൾക്കാർ, പ്രിൻസിപ്പളും ഒക്കെ ആ കുട്ടി സൂയിസൈഡ് ചെയ്തതെന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് എത്തിയത്. കാരണം ഇത് പല ആൾക്കാരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവരങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. ആ കുട്ടികളുടെ മാതാപിതാക്കളെ പോലും ബോഡി ഒരുപാട് നേരം കാണിക്കാതെ ഇത് മാക്സിമം ഹൈഡ് ചെയ്യാനുള്ള ഒരു തന്ത്രപ്പാടിലായിരുന്നു. ലാസ്റ്റ് ഉണ്ടായ പ്രൊട്ടസ്റ്റിന് ചൊല്ലി ഇത് കൂടുതലായിട്ടുള്ള അന്വേഷണത്തിലേക്കും പോസ്റ്റ്മോർട്ടത്തിലേക്കും വന്നപ്പോഴാണ് സത്യം മനസ്സിലായത്. ആദ്യം ഒരു പ്രതി വെളിച്ചത്ത് വന്നു, അവർ ഒരു പ്രതിയെ പിടികൂടി. പിന്നെയാണ് അതിനുശേഷമാണ് പിന്നെ അറിഞ്ഞത് ഒരു പ്രതിയല്ല, ഇറ്റ്സ് എ ഗ്യാങ് റേപ്പ്. അതായത് ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്നുള്ള സീമൻ ഏതാണ്ട് 150ന്റെ മേലെ ആയിട്ടാണ് കണ്ടത്. നോർമലി ഒരാളുടെ ആണെങ്കിൽ മാക്സിമം പോയ ഒരു 15 ഒക്കെ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്ഥാനത്താണ് ഇത്രയും ഒരു ഇത് വന്നത്. അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇറ്റ്സ് എ ഗ്യാങ് റേപ്പ്. വളരെ സങ്കടമായ ഒരു സിറ്റുവേഷൻ. കാരണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാമൂഹിക സേവനം ചെയ്യുന്ന ഡോക്ടേഴ്സ്, നേഴ്സ് എന്നുള്ള പ്രൊഫഷണലുകളാണ് മെയിനായിട്ട്. അവരെ പോലും നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും പരാജയമാണ്. കാരണം എത്ര മണിക്കൂർ അവർ കഷ്ടപ്പെട്ടാണ് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരെടുക്കുന്ന ത്യാഗം. ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നേഴ്സുമാരായിക്കോട്ടെ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അവരുടെ ആ പ്രൊഫഷൻ്റെ ഒരു ഇത്. അവരെ പോലും സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ ആരെയാണ് ഈ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയുക? നമ്മൾ ഫ്രീഡത്തെക്കുറിച്ച് എപ്പോഴും പ്രസംഗിക്കുന്നതാണ്. എന്താണ് ഈ ഫ്രീഡം? നമ്മുടെ രാജ്യത്ത് ഒരു കുട്ടിക്ക് രാത്രിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉള്ള ഒരു ഇതാണോ നമ്മുടെ ഫ്രീഡം? നമ്മുടെ രാജ്യം വളരെ ലജ്ജിച്ച് തല താഴ്ത്തിയ ഒരു ഇൻസിഡൻറ്റിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓഗസ്റ്റ് എന്ന് പറയുന്ന മാസം തന്നെ ഒരുപാട് റേപ്പാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് നടന്നത് August 9 പലരും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കോളേജിലെ പ്രിൻസിപ്പാൾ എന്ന നിലയിൽ, പ്രിൻസിപ്പാൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ അങ്ങനെയൊക്കെ ഒരു മനുഷ്യന് പറയാൻ കഴിയുമോ? ആ പ്രിൻസിപ്പാൾ പറഞ്ഞതാണ്, എന്തിനാണ് ആ കുട്ടി സെമിനാർ ഹാളിൽ പോയത്? ആ കുട്ടി 31 മണിക്കൂറിൻ്റെ മേലെ ജോലി എടുത്ത് ഒരു അല്പനേരം വിശ്രമിക്കാനാണ് അവിടെ പോയത്. അതുപോലും മനസ്സിലാകാൻ പറ്റാത്ത ഒരു പ്രിൻസിപ്പാളും അതിൽ കൊട പിടിക്കാൻ, അത് കുഴിച്ചു മൂടാൻ ഉള്ള കുറേ ആൾക്കാരും. എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ രാജ്യം ഏത് ലെവലിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. വളരെ സങ്കടമായ ഒരിത്. എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ. കാരണം അത്രയും ബ്രൂട്ടൽ റേപ്പാണ്. പെൽവിസ് ബോൺ മുതൽ ആ കുട്ടിയുടെ കണ്ണുകളിൽ ഗ്ലാസ് ചില്ല് വരെ കുത്തി കയറി, നെക്ക് മുതൽ എല്ലായിടത്തും വളരെ രീതിയിൽ ബ്രൂട്ടലായിട്ടുള്ള ഒരു റേപ്പ്. നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നേക്കാട്ടി അപ്പുറത്തേക്കുള്ള ഒരു റേപ്പ്. കാരണം ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് പറ്റുമോ എന്നുള്ള ഒരു കാര്യം വളരെ നമുക്ക് വയ്യ. ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിലൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക? കാരണം ഇത്രയും ഇൻസിഡൻറ്റ് ഈ ഓഗസ്റ്റ് മാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ പഠിക്കുന്നില്ല. ഒരു നിർഭയ 1 വന്നു, നിർഭയ 2 വന്നു. എന്നിട്ടും അത്രയും ബ്രൂട്ടലായിട്ട് വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് എന്ത് ഇതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്
ഒരു അത്രയും പ്രൊട്ടസ്റ്റ് ഇതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഉള്ളവർ അടക്കം, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അടക്കം ഇതിനു വേണ്ടി പിന്നെ നല്ല പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ പോയിട്ട്. എന്നിട്ട് പോലും അധികാരികളുടെ കണ്ണ് ഇപ്പോഴും തുറക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. കാരണം ഈ ഒരു സ്ഥലത്ത് പിന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ പിന്നെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. അവർ പ്രൊട്ടസ്റ്റ് നടത്തിയ സമയത്ത് ഇവരൊന്നും അവിടേക്കൊന്നും എത്തിപ്പോലും നോക്കിയിട്ടില്ല. എന്താണിത്? കാരണം ഇത്രയും ബഹളം ഉണ്ടായി, കുറേ പേര് അതേപോലെ നിന്ന് പ്രതികരിക്കുന്നു. ആ കുട്ടിക്ക് നീതി, ആ കുട്ടിയുടെ മരണത്തിന് ആ പാരൻസിന് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ഈ അധികാരികൾ ഇനി കൂടുതൽ ഇതിൻ്റെ കണ്ണ് തുറക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം എനിക്ക് നമ്മുടെ കോടതിയെ വിശ്വാസമുണ്ട്. അവർ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ അവരതിനെ കൊണ്ടുവന്ന് ആ പ്രതികൾക്കൊക്കെ തക്കതായ ശിക്ഷ, ഞാൻ പറയുമ്പം സൗദിയിലെ പോലെയുള്ള സിസ്റ്റം വരണം നമ്മുടെ നാട്ടിൽ. ഇതേപോലെയുള്ള കൊള്ളരുതാത്തരം കാണിച്ചു പോകുന്ന ഇമാതിരി ഇവന്മാരെ ഇതാക്കാൻ സൗദിയെ പോലുള്ള കൺട്രിയുള്ള ശിക്ഷകൾ തന്നെ വേണം. അല്ലേ നാളെ ഇത് ചെയ്യാൻ ഇവന്മാർ ഓരോരുത്തർക്കും ഇതൊരു ഇതായി മാറും. എനിക്ക് നമ്മൾ ഉൾപ്പെടെയുള്ള ഒരു ഇത്രയും ലജ്ജിച്ച് തല താഴ്ത്തിയ വേറെ ഇൻസിഡൻറ്റ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് രണ്ടാമത്തെ ഇൻസിഡൻ്റ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. അത് കൂടാതെ റിപ്പോർട്ട് ചെയ്ത ഒരുപാട് ഇത് വേറെയും നമ്മൾ പോലും അറിയാത്ത എന്തോരും ഉണ്ടെന്നുള്ളത് നമുക്ക് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാനും ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു. നമ്മളെ കൊണ്ട് കഴിയുന്ന അത് ഒരു വീഡിയോ ആയാലും എന്തായാലും നമ്മുടെ പ്രതിഷേധം ഈ രാജ്യത്തെ അറിയിക്കാൻ നമ്മൾ ഓരോ ബാധ്യസ്ഥ, നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം ഒറ്റക്കെട്ടായിട്ട് നിന്നുള്ള ചിന്തിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വളരെ വിഷമത്തോടു കൂടി അവസാനിപ്പിക്കുന്നു. കാരണം ഇനി ഒരു പെണ്ണിന് അല്ലെ നമ്മുടെ സ്ത്രീകൾക്ക് ഇനി ഒരു ഇതേപോലത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകാൻ പാടില്ല. ഇനി ഒരു നിർഭയ പോലെയുള്ളൊരു ഇൻസിഡൻറ്റ് ഒരിക്കലും നമ്മുടെ ഇതിൽ വരാൻ പാടില്ല. അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നമ്മൾ ശക്തമായ രീതിയിൽ നമ്മൾ അതിനുള്ള നമ്മുടെ ലീഗൽ സിസ്റ്റം പിന്നെ അത് ഈ ഒരു ഇതിൻ്റെ പിന്നെ വിധിയിൽ കൂടി നമുക്ക് നമ്മുടെ രാജ്യത്തെ അറിയിക്കുമെന്നുള്ള കോടതിയും ഉള്ള നമ്മുടെ ലോയിലുള്ള വിശ്വാസം ഇപ്പോഴും എനിക്കുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അതുണ്ട്. അത് അനുസരിച്ച് നമുക്ക് നോക്കാം ഇത് എങ്ങനെ എൻഡ് ചെയ്ത് എന്ത് ശിക്ഷയാണ് അവരെ തേടി വരുന്നതെന്നുള്ളത്. ആ മാതാപിതാക്കളുടെ ആ കണ്ണീർ നമ്മുടെ കോടതിക്ക് അതിൻ്റെ വിധിയിൽ ഭവിക്കട്ടെ എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു.